ആ രാത്രിക്ക് വല്ലാത്തൊരു കനമുണ്ടായിരുന്നു. മഴ പെയ്ത് തോർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്തരീക്ഷത്തിലപ്പോഴും നനഞ്ഞ മണ്ണും അഴുക്കുചാലുകളും കലർന്ന ഒരു മണമുണ്ടായിരുന്നു. ഞാൻ വണ്ടി വീടിൻ്റെ മുമ്പിൽ ഒതുക്കി നിർത്തി. എൻ്റെ ഐഷർ മിനി ലോറി, അതായിരുന്നു എൻ്റെ ലോകം. അതിൻ്റെ ബോഡിയിൽ തങ്ങി നിൽക്കുന്ന ചെളിയും തുരുമ്പും എനിക്ക് അപരിചിതമായിരുന്നില്ല. ഒരു ദിവസത്തെ ഓട്ടം കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണം ശരീരത്തിലെ ഉടനീളമുണ്ട്. അമ്മ അകത്ത് ഉറങ്ങാൻ കിടന്നു കാണും. 10 മണി കഴിഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. കാലിൻ്റെ മുട്ടുകൾക്ക് ഒരു മരവിപ്പ്. ഡ്രൈവർമാർക്ക് അതൊരു പതിവാണ്. കയ്യിലിരുന്ന ടവൽ കൊണ്ട് ഞാൻ മുഖത്തെ വിയർപ്പ് തുടച്ചു. വീടിൻ്റെ വരാന്തയിലെ ചെറിയ ബൾബ് മിന്നിത്തിളങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. ഈ നേരത്താരാണെന്ന് ഞാൻ സംശയിച്ചു. ഫോൺ എടുത്തു നോക്കി. സതീഷാണ്, എൻ്റെ പഴയ കൂട്ടുകാരൻ. പക്ഷേ ആ വിളി കണ്ടപ്പോൾ സന്തോഷത്തിനു പകരം ഒരു മടുപ്പാണ് തോന്നിയത്. സതീഷ് മോശക്കാരനല്ല, പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ അവന് ചെറിയ കുഴപ്പമുണ്ട്. മുമ്പ് അവൻ്റെ സാധനങ്ങൾ മാറ്റിക്കൊടുത്തപ്പോഴുള്ള പൈസ വാങ്ങാൻ ഞാൻ 3 മാസമാണ് അവൻ്റെ പിന്നാലെ നടന്നത്. അവസാനം തന്നപ്പോൾ പകുതി പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞു. അത് പിന്നെ ഉണ്ടായില്ല. ഞാൻ ഫോൺ എടുത്തു. എന്താടാ സതീഷ് ഈ നേരത്ത്? എൻ്റെ ശബ്ദത്തിലൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. എടാ, നീ ഒന്ന് വരണമായിരുന്നു, അത്യാവശ്യമാണ്. അവൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നതായിരുന്നു. എന്തോ ഒരു പേടി അവനെ പിടികൂടിയതുപോലെ. ഈ രാത്രിയിലോ? എന്തുപറ്റി? വീട്ടുടമസ്ഥൻ ഇപ്പോൾ തന്നെ വീടൊഴിയണമെന്ന് പറയുന്നു. എനിക്ക് സാധനങ്ങൾ മാറ്റിവെക്കണം. ഒരു ചെറിയ വീട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ വണ്ടി എടുത്തൊന്ന് വരണം, അവൻ പറഞ്ഞു. എനിക്ക് പോകാനൊട്ടും താല്പര്യമില്ലായിരുന്നു. സ്നേഹബന്ധം കൊണ്ട് വണ്ടി ഓടില്ലല്ലോ. ഡീസൽ കത്തുന്നത് എൻ്റെ കാശ് കൊണ്ടാണ്. എടാ സതീഷേ, നിനക്കറിയാലോ, ഇപ്പോൾ ഡീസൽ അടിക്കാൻ തന്നെ നല്ല കാശ് വേണം. പിന്നെ ഇന്നുവല്ലാത്ത ക്ഷീണവുമുണ്ട്. ഞാൻ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി ഞാനത് നോക്കി. സതീഷ് പൈസ അയച്ചിരിക്കുന്നു. 800 രൂപ ഗൂഗിൾ പേ. എൻ്റെ മടി അവന് മനസ്സിലായി കാണണം. അവൻ പൈസ മുൻകൂറായി തന്നാൽ ഞാൻ വരുമെന്ന് അവനറിയാം. പൈസ ഞാൻ അയച്ചിട്ടുണ്ട്, നീ വേഗം വാ, സതീഷ് പറഞ്ഞു. കാശ് കിട്ടിയ സ്ഥിതിക്ക് ഇനി മടി കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ്റെ ഗർജനം ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. അമ്മ അകത്തുനിന്ന് ജനലിലൂടെ എന്നെ ഒന്ന് നോക്കി. ഞാൻ കൈകൊണ്ട് പോയി വരാമെന്ന് ആംഗ്യം കാണിച്ചു. സതീഷ് താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. വലിയ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള പഴയൊരു ഓടിട്ട വീട്. അവനവിടെ ഒറ്റയ്ക്കാണ് താമസം. വീട്ടുകാരുമായി എന്തോ വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണ്. റോഡിൽ വാഹനങ്ങൾ കുറവായിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റുകൾ ഇരുട്ടിനെ ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. റോഡിൻ്റെ ഇരുവശവും വലിയ മരങ്ങൾ. മഴവെള്ളം ഇലകളിൽ നിന്ന് വണ്ടിയിലേക്ക് വീഴുന്നുണ്ട്. വൈപ്പറിട്ടപ്പോഴുള്ള ആ ഒരു ശബ്ദം മാത്രം കേൾക്കാം. 6 മാസം മുമ്പ് ഞാനാണ് സതീഷിനെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അന്ന് അവൻ്റെ കൂടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കട്ടിൽ, അലമാര, പിന്നെ പഴയ കുറച്ച് പെട്ടികൾ. അന്നൊക്കെ അവൻ വല്ലാതെ സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഫോണിൽ സംസാരിച്ചപ്പോൾ അവൻ വല്ലാതെ മാറിയതുപോലെ തോന്നി. വണ്ടി പ്രധാന റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞു. ഈ വഴി വല്ലാതെ മോശമാണ്. കല്ലും കുഴിയും നിറഞ്ഞ വഴി. ലോറി ആടി ഉലഞ്ഞു നീങ്ങി. ദൂരെ സതീഷ് താമസിക്കുന്ന ആ പഴയ വീട് കാണാറായി. ഒരു മങ്ങിയ ബൾബ് മാത്രം അവിടെ കത്തുന്നുണ്ടായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് ഞാൻ വണ്ടി നിർത്തി. എഞ്ചിൻ ഓഫ് ചെയ്തപ്പോൾ അവിടെ കനത്ത നിശബ്ദത പരന്നു. അന്തരീക്ഷത്തിൽ എന്തോ ഒരു മാറ്റമുള്ളതുപോലെ. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. സതീഷ് മുറ്റത്തുണ്ട്. അവൻ കുറേ സാധനങ്ങൾ നേരത്തെ തന്നെ വീടിന് പുറത്തേക്ക് എടുത്തു വച്ചിരുന്നു. പഴയൊരു മേശ, കസേരകൾ, പിന്നെ കുറച്ച് ചാക്കുകൾ. സതീഷേ, ഞാൻ വിളിച്ചു. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പതുക്കെ ഒന്ന് തലയാട്ടി. അവൻ്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ. ദിവസങ്ങളോളം ഉറങ്ങാത്ത ഒരാളെപ്പോലെ. നമുക്ക് വേഗം കയറ്റാം, മഴ വരാൻ സാധ്യതയുണ്ട്, സതീഷ് പറഞ്ഞു. അവൻ്റെ ശബ്ദം വല്ലാതെ വരണ്ടതായിരുന്നു. തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ. ഞങ്ങൾ 2 പേരും കൂടി സാധനങ്ങൾ ലോറിയിലേക്ക് കയറ്റാൻ തുടങ്ങി. സതീഷ് മുമ്പത്തെ പോലെ ഉഷാറല്ല.
അവൻ ഓരോ സാധനവും പിടിക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഏറ്റവും ഒടുവിൽ അവൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് 2 ചെറിയ ചാക്കുകെട്ടുകൾ കൂടി കൊണ്ടുവന്നു. ആ ചാക്കുകൾക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു. ഇതെന്താണ് ഇത്ര ഭാരം? ഞാൻ ചോദിച്ചു. അതൊക്കെ പഴയ കുറച്ച് ഇരുമ്പ് സാധനങ്ങളാണ്, കളയാനുള്ളതാണ്, അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ആ ചാക്കുകളിൽ നിന്ന് വല്ലാത്തൊരു ഗന്ധം വരുന്നുണ്ടായിരുന്നു. അഴുകിയ എന്തോ ഒന്നിൻ്റെ ഗന്ധം. മഴ നനഞ്ഞ മണ്ണിൻ്റെ മണമായിരിക്കുമെന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. ഞങ്ങൾ ആ ചാക്കുകളും ലോറിയുടെ മൂലയിലേക്ക് വെച്ചു. ലോറിയുടെ ബോഡി പൂട്ടി ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. സതീഷ് എൻ്റെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. എങ്ങോട്ടാടാ പോകേണ്ടത്? ഞാൻ ചോദിച്ചു. കുറച്ച് ദൂരെയാണ്, ഞാൻ വഴി പറഞ്ഞു തരാം. അവൻ മുന്നിലെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഞാൻ വണ്ടിയെടുത്തു. ലോറി ആ ഇടവഴിയിലൂടെ പതുക്കെ നിരങ്ങി നീങ്ങി. വണ്ടിക്കുള്ളിൽ റേഡിയോ ഓഫായിരുന്നു. സതീഷ് ഒന്നും മിണ്ടുന്നില്ല. അവൻ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് വണ്ടി ഒരു കുഴിയിൽ ചാടിയപ്പോൾ സതീഷിൻ്റെ തോൾ എൻ്റെ തോളിൽ തട്ടി. ഞാനൊന്ന് ഞെട്ടി. അവൻ്റെ ദേഹം നല്ലപോലെ തണുത്തിരിക്കുന്നു. നിനക്കെന്താ വയ്യേടാ? ഞാൻ പേടിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം, അവൻ മുഖം തിരിക്കാതെ മറുപടി നൽകി. ഞങ്ങൾ പ്രധാന റോഡിലേക്ക് കയറി. വഴിയിൽ വെളിച്ചം കുറഞ്ഞു വന്നു. അവൻ പറഞ്ഞ വഴി ഒരു കാട്ടിനുള്ളിലേക്കാണ് പോകുന്നത്. ആ റോഡെനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. വണ്ടി ഒന്ന് നിർത്ത്, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. അതൊരു വിജനമായ പുഴയോരമായിരുന്നു. പുഴയുടെ നേർത്ത ഇരമ്പൽ കേൾക്കാം. റോഡിൻ്റെ വശത്ത് കാടുകൾ വളർന്നു നിൽക്കുന്നു. എന്താടാ? ഞാൻ ചോദിച്ചു. ആ 2 ചാക്കുകൾ ഇവിടെ കളയണം, അതൊക്കെ വേസ്റ്റാണ്. സതീഷ് വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ ലോറിയുടെ പുറകിലേക്ക് നടന്നു. ഞാൻ മിററിലൂടെ നോക്കി. അവൻ ആ വലിയ ചാക്കുകൾ അനായാസം പുറത്തേക്കെടുത്തു. അത്രയും ഭാരമുള്ള ചാക്കുകൾ എങ്ങനെയാണ് അവൻ അത്ര പെട്ടെന്ന് എടുത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനിതാ പുഴയുടെ അവിടെ ഇട്ടിട്ട് വരാം, അതും പറഞ്ഞ് അവൻ ആ ചാക്കുകളുമായി ഇരുട്ടിലേക്ക് നടന്നു. പുഴയിലേക്കുള്ള ആ ചെറിയ വഴിയിലേക്ക് അവൻ മറയുന്നത് ഞാൻ നോക്കിയിരുന്നു. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ലോറിയുടെ വൈപ്പർ ഇട്ടു. സമയം കടന്നുപോയി. 5 മിനിറ്റ്, 10 മിനിറ്റ്. സതീഷ് തിരിച്ചു വരുന്നില്ല. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. ഞാൻ ഫോണെടുത്ത് സതീഷിനെ വിളിച്ചു. അത് സ്വിച്ച് ഓഫാണ്. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഈ പാതിരാത്രിയിൽ ഈ കാട്ടിൽ അവൻ എന്നെ തനിച്ചാക്കി എവിടേക്ക് പോയി? ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. മഴ നനയുന്നുണ്ടായിരുന്നു. കയ്യിലുള്ള ടോർച്ച് തെളിച്ച് ഞാൻ അവൻ പോയ വഴിയെ നടന്നു. വഴിയിൽ അവൻ്റെ കാൽപ്പാടുകൾ കണ്ടു. കുറച്ച് ദൂരം ചെന്നപ്പോൾ പുഴയുടെ വക്കിലെത്തി. അവിടെ ആ 2 ചാക്കുകൾ കിടക്കുന്നു. പക്ഷേ സതീഷിനെ എങ്ങും കാണാനില്ല. എടാ സതീഷേ, ഞാൻ വിളിച്ചു. കാറ്റും പുഴയുടെ ഇരമ്പലുമല്ലാതെ ഒന്നും കേട്ടില്ല. പുഴയിൽ വെള്ളം കൂടുതലായിരുന്നു. അവൻ അതിലേക്ക് വഴുതി വീണ് കാണുമോ? ഞാൻ ആ ചാക്കുകൾക്കരികിലേക്ക് ചെന്നു. അപ്പോഴാണ് നേരത്തെ അനുഭവിച്ചതിനേക്കാൾ വലിയൊരു ദുർഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയത്. അഴുകിയ മാംസത്തിൻ്റെ നാറ്റം. എൻ്റെ കൈകൾ വിറച്ചു. ഞാൻ ആ ടോർച്ച് ചാക്കുകളിലേക്ക് അടിച്ചു. ഒരു ചാക്കിൻ്റെ കെട്ട് അല്പം അയഞ്ഞിരിക്കുന്നു. ഞാൻ പതുക്കെ ആ ചാക്ക് തുറന്നു നോക്കി. ടോർച്ച് വെളിച്ചം അതിനുള്ളിലേക്ക് വീണു. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിന്നുപോയി. ആ ചാക്കിനുള്ളിൽ സതീഷിൻ്റെ വെട്ടിമുറിച്ച കൈകളും കാലുകളും. മറ്റൊരു ചാക്കിനുള്ളിൽ അവൻ്റെ തല. മാസങ്ങളായി ആ ചാക്കിനുള്ളിലിരുന്ന് ചീഞ്ഞഴുകിയ അവൻ്റെ മുഖം. നീലിച്ച കണ്ണുകൾ എന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. സതീഷ് മരിച്ചിരിക്കുന്നു, മാസങ്ങൾക്ക് മുമ്പ്. പിന്നെ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നത് ആരാണ്? എനിക്ക് പൈസ അയച്ചത് ആരാണ്? ഭയം എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഞാൻ നിലവിളിക്കാൻ പോലും മറന്നുകൊണ്ട് പുറകിലേക്ക് ഓടി. വഴിയിലെ ചെളിയിൽ വഴുതി ഞാൻ വീണു. എങ്ങനെയോ എഴുന്നേറ്റ് ഞാൻ ലോറിയുടെ അടുത്തേക്ക് പാഞ്ഞു. ഒരു രക്ഷകനെ പോലെ ദൂരെ എൻ്റെ ലോറി പാർക്കിംഗ് ലൈറ്റുകൾ മിന്നിത്തിളങ്ങി നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. വാതിലുകൾ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ഞാൻ കിതയ്ക്കുകയായിരുന്നു. വിയർപ്പും മഴവെള്ളവും കൂടി എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഞാൻ താക്കോൽ തിരിച്ചു. വണ്ടി സ്റ്റാർട്ടായി. ഗിയർ മാറ്റാൻ വേണ്ടി ഞാൻ ക്ലച്ച് ചവിട്ടി.
അപ്പോഴാണ് ഇടതുവശത്തെ സീറ്റിൽ ഒരു അനക്കം കേട്ടത്. ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക് നോക്കി. അവിടെ ആ സീറ്റിൽ സതീഷ് ഇരിക്കുന്നു. അതേ, നനഞ്ഞ വസ്ത്രങ്ങളോടെ. അവൻ എന്നെ നോക്കി പതുക്കെ ചിരിച്ചു. നീ എന്തിനാടാ പേടിക്കുന്നത്? നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അവൻ്റെ ശബ്ദം വണ്ടിയുടെ എൻജിൻ ഗർജനത്തിനിടയിലും വ്യക്തമായി കേൾക്കാമായിരുന്നു. എൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കണമായിരുന്നു. അവൻ്റെ തണുത്ത കൈകൾ എൻ്റെ തോളിലേക്ക് നീണ്ടുവന്നു. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. പുറത്ത് മഴ തകർത്തു പെയ്യുന്നു. വണ്ടിയുടെ ഉള്ളിൽ എൻജിൻ്റെ മുരൾച്ച മാത്രം. അടുത്ത സീറ്റിൽ സതീഷ് ഇരിക്കുന്നു. അതേ സതീഷ്. പക്ഷേ പുഴവക്കിലെ ചാക്കിനുള്ളിൽ കണ്ട ആ അഴുകിയ രൂപം എൻ്റെ കൺമുന്നിൽ മിന്നി മറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. വിരലുകൾ വിറയ്ക്കുന്നുണ്ട്. ബോധം മറഞ്ഞു പോകാൻ പാടില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇടത് കണ്ണിലൂടെ ഞാൻ അവനെ നോക്കി. സതീഷ് മുന്നിലെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇറ്റിറ്റായി വീഴുന്നുണ്ട്. അത് മഴവെള്ളമാണോ അതോ പുഴയിലെ വെള്ളമാണോ എന്നെനിക്ക് നിശ്ചയമില്ലായിരുന്നു. വണ്ടി എടുക്ക് ദാസ, സതീഷ് പതുക്കെ പറഞ്ഞു. അവൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നതായിരുന്നു, ഒരു കിണറിനുള്ളിൽ നിന്ന് വരുന്നത് പോലെ. ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി. വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങി. റോഡിലെ കുഴികളിൽ വീഴുമ്പോൾ ലോറി ആടി ഉലയുന്നു. എൻ്റെ മനസ്സ് മരവിച്ചു പോയിരിക്കുകയാണ്. ഞാൻ കണ്ടത് സത്യമാണോ? ആ ചാക്കിനുള്ളിലുണ്ടായിരുന്നത് സതീഷായിരുന്നില്ലേ? അതെൻ്റെ തോന്നലായിരുന്നോ? പക്ഷേ ആ ഗന്ധം അതിപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. വണ്ടിക്കുള്ളിലെ തണുത്ത വായുവിൽ ആ അഴുകിയ മണം കലരുന്നത് ഞാൻ അറിഞ്ഞു. സതീഷേ, നീ എപ്പോൾ വന്നു വണ്ടിയിൽ? ഞാൻ പതുക്കെ ചോദിച്ചു. അവൻ പതുക്കെ മുഖം തിരിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഡാഷ്ബോർഡിൽ തട്ടി അവൻ്റെ മുഖത്ത് മങ്ങിയ പ്രകാശം വീഴ്ത്തുന്നു. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നീ എന്തിനാ അങ്ങോട്ട് പോയത്? അവൻ ചോദിച്ചു. എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ നാവ് വരണ്ടുപോയിരുന്നു. വണ്ടി പ്രധാന റോഡിലേക്ക് കയറി. ഇരുവശത്തും കറുത്ത മരങ്ങൾ. റോഡിൽ ഒരൊറ്റ വണ്ടി പോലുമില്ല. വിജനമായ രാത്രി. പെട്ടെന്ന് എൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഡാഷ്ബോർഡിലിരുന്ന ഫോണിലേക്ക് ഞാൻ നോക്കി. ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. ഗൂഗിൾ പേയിൽ നിന്നൊരു മെസ്സേജ് കൂടി. സതീഷ് സെൻഡ് യു Rs500. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവനെങ്ങനെയാണ് എനിക്ക് പൈസ അയക്കുന്നത്? അവൻ്റെ കൈകൾ അവൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഫോൺ അവൻ്റെ കയ്യിലില്ല. അവൻ്റെ ഫോൺ നേരത്തെ സ്വിച്ച് ഓഫ് ആണെന്ന് ഞാൻ കണ്ടതാണ്. ഞാൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഫോൺ എടുത്തു. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു. പൈസ വന്നിരിക്കുന്നത് സത്യമാണ്. പക്ഷേ സമയം നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പൈസ അയച്ച സമയം 6 മാസം മുമ്പത്തെ ഒരു തീയതിയാണ് കാണിക്കുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ മാത്രമാണ്. ഇതെന്ത് മറിമായമാണ്? വല്ല ടെക്നിക്കൽ തകരാറുമാണോ? അതോ മറ്റെന്തെങ്കിലും? എന്താടാ നോക്കുന്നത്? സതീഷ് പതുക്കെ ചോദിച്ചു. ഞാൻ വേഗം ഫോൺ തിരിച്ചു വെച്ചു. ഒന്നുമില്ലടാ, വേറൊരാളയച്ച മെസ്സേജാണ്. നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ ദാസ, വണ്ടിയിലെ AC കൂട്ടണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരി അതൊരു മനുഷ്യൻ്റെ ചിരിയല്ലായിരുന്നു. അവൻ്റെ പല്ലുകൾ വല്ലാതെ വെളുത്തിരിക്കുന്നു. ചുണ്ടുകൾക്കൊരു തരം കറുപ്പ് നിറം. ഞാനൊന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചു. റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചായക്കട കണ്ടു. അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ മുന്നിലെ ബൾബ് കത്തുന്നുണ്ട്. വണ്ടി അവിടെ ഒന്ന് നിർത്താൻ എനിക്ക് തോന്നി. ആരെങ്കിലും ഒരാളെ ഒന്ന് കാണണം, മിണ്ടണം. ഈ ഭയത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. ഞാൻ വണ്ടി പതുക്കെ റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി. എന്തിനാ വണ്ടി നിർത്തുന്നത്? സതീഷ് ചോദിച്ചു. അവൻ്റെ സ്വരത്തിലൊരു കടുപ്പമുണ്ടായിരുന്നു. ദാഹം, കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ വണ്ടി നിർത്തി. വേഗം വരണം, നമുക്ക് സമയം കുറവാണ്, അവൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. തണുത്ത കാറ്റിൻ്റെ മുഖത്തടിച്ചു. ഞാൻ ആ കടയുടെ അടുത്തേക്ക് നടന്നു. കടയുടെ വരാന്തയിൽ ഒരു പഴയ ബെഞ്ച് കിടപ്പുണ്ട്. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ശരീരം മൊത്തം വിറയ്ക്കുകയാണ്. ഞാൻ പതുക്കെ തിരിഞ്ഞ് ലോറിയിലേക്ക് നോക്കി. ലോറിയുടെ ഉള്ളിലെ ക്യാബിനിൽ സതീഷ് ഇരിക്കുന്നത് വ്യക്തമായി കാണാം. അവൻ ഒരനക്കവുമില്ലാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു.
സതീഷിൻ്റെ പേര് കോണ്ടാക്ട് ലിസ്റ്റിൽ തിരഞ്ഞു. അവൻ്റെ നമ്പറിലേക്ക് ഞാൻ ഡയൽ ചെയ്തു. വണ്ടിക്കുള്ളിലൊരു ഫോൺ ശബ്ദിക്കുന്നത് എനിക്ക് കേൾക്കാം. സതീഷ് പതുക്കെ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവൻ അത് നോക്കി. പിന്നെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. എൻ്റെ ഫോണിൽ കോൾ കണക്റ്റായി. ഹലോ, സതീഷിൻ്റെ ശബ്ദം. അവൻ ലോറിക്കുള്ളിലിരുന്ന് സംസാരിക്കുന്നത് എനിക്ക് കാണാം. ദാസാ, എന്താടാ? കടയുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? എൻ്റെ ശ്വാസം നിലച്ചു. ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഓടിപ്പോകാൻ തോന്നി. ഈ കാട്ടിലൂടെ, ഈ മഴയത്ത് എങ്ങോട്ടെങ്കിലും ഓടി മറയണം. പക്ഷെ എൻ്റെ കാലുകൾക്ക് അതിനുള്ള ബലമില്ലായിരുന്നു. പെട്ടെന്ന് ലോറിയുടെ വാതിൽ പതുക്കെ തുറന്നു. സതീഷ് വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ഓരോ ചുവടും വളരെ പതുക്കെയായിരുന്നു. ചെളിയിൽ അവൻ്റെ കാൽപ്പാടുകൾ പതിയുന്ന ശബ്ദം ഞാൻ കേട്ടു. അവൻ എൻ്റെ അടുത്തെത്തി. വാ, പോകാം. അവൻ എൻ്റെ തോളിൽ കൈവച്ചു. ആ കൈക്ക് വല്ലാത്തൊരു ഭാരമായിരുന്നു. ഒരു വലിയ കല്ല് എൻ്റെ തോളിൽ വച്ചതുപോലെ. ആ തണുപ്പ് എൻ്റെ ഷർട്ടിലൂടെ ഉള്ളിലേക്ക് പടർന്നു. ഞാൻ എഴുന്നേറ്റു. ഒരു യന്ത്രം പോലെ ഞാൻ വണ്ടിയിലേക്ക് നടന്നു. ഡ്രൈവർ സീറ്റിൽ ഞാൻ ഇരുന്നു. അവൻ പഴയതുപോലെ ഇടതുവശത്തെ സീറ്റിലും. വണ്ടി വീണ്ടും മുന്നോട്ട് നീങ്ങി. സതീഷേ, നിനക്ക് ആ പഴയ വീട്ടുടമസ്ഥനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഞാൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. സതീഷ് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൻ പതുക്കെ പറഞ്ഞു, അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അവിടെ താമസിക്കുന്നതും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പണത്തിനു വേണ്ടി അയാൾ എന്തും ചെയ്യും. എന്നിട്ടൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നീ എന്നെ സഹായിക്കുന്നു, അത്ര തന്നെ. അവൻ പറഞ്ഞത് സത്യമാണോ? അതോ ആ വീട്ടുടമസ്ഥൻ അവനെ കൊന്ന് ചാക്കിലാക്കി പുഴയിൽ തള്ളിയതാണോ? സതീഷ് അതറിയുന്നുണ്ടോ? അതോ അവനൊരു പ്രേതമായി മാറിയത് അവൻ തന്നെ തിരിച്ചറിയുന്നില്ലേ? പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, മരിച്ചുപോയവർ പലപ്പോഴും അവർ മരിച്ച കാര്യം അറിയില്ലെന്ന്. സതീഷും അങ്ങനെയാണോ? വണ്ടി ഒരു ചെറിയ പാലത്തിന് മുകളിലേക്ക് കയറി. പാലത്തിന് താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. നേരത്തെ കണ്ട അതേ പുഴയാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നി. വണ്ടി ഇവിടെ നിർത്ത്, സതീഷ് പറഞ്ഞു. ഇവിടെയോ? ഇവിടെ വീടുകളൊന്നുമില്ലല്ലോ, ഞാൻ സംശയത്തോടെ ചോദിച്ചു. ഇവിടെയാണ് ആ പുതിയ വീട്. ആ മരങ്ങൾക്കിടയിലൂടെ വണ്ടി പതുക്കെ ഇറക്ക്. അവൻ കാണിച്ചു തന്ന വഴിയിലേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് പേടി തോന്നി. അതൊരു വഴിയല്ല, കാട്ടുപടർപ്പുകൾക്കിടയിലൂടെയുള്ള ഒരു ഇടുങ്ങിയ പാത. വണ്ടി അവിടെ ഇറക്കിയാൽ പിന്നെ തിരിച്ചു കയറ്റാൻ കഴിയില്ല. എടാ, വണ്ടി അവിടെ ഇറക്കാൻ പറ്റില്ല, വേറെ വഴിയുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല ദാസാ, വേറെ വഴിയൊന്നുമില്ല, ഇതിലൂടെ തന്നെ പോണം. എൻ്റെ ബാക്കി സാധനങ്ങൾ അവിടെയാണ്. അവൻ്റെ സ്വരം മാറി, വല്ലാത്തൊരു അധികാര സ്വരം. ഞാൻ വണ്ടി പതുക്കെ ആ ഇറക്കത്തിലേക്ക് ഇറക്കി. വണ്ടിയുടെ ടയറുകൾ ചെളിയിൽ പുതയുന്നുണ്ട്. എൻജിൻ വല്ലാതെ മുരണ്ടു. കാടിനുള്ളിലേക്ക് വണ്ടി എത്തിയപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു പഴയ കെട്ടിടം കണ്ടു. അതൊരു വീടല്ല, പഴയൊരു ഗോഡൗൺ പോലെ തോന്നി. ജനാലകളെല്ലാം തകർന്നു കിടക്കുന്നു. ചുറ്റും കാട് വളർന്നു നിൽക്കുന്നു. ഇതാണോ വീട്? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഇവിടെയാണിനി ഞാൻ നിൽക്കുന്നത്. സതീഷ് വണ്ടിയിൽ നിന്നിറങ്ങി. അവൻ ലോറിയുടെ പുറകിലേക്ക് നടന്നു. നീ വന്നെന്നെ സഹായിക്കേ, ഈ സാധനങ്ങൾ കൂടി ഉള്ളിലേക്ക് വെക്കണം, അവൻ പറഞ്ഞു. എനിക്ക് വണ്ടിയിൽ നിന്നിറങ്ങാൻ പേടിയായിരുന്നു, പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ലോറിയുടെ പുറകിലേക്ക് ചെന്നു. ലോറിയുടെ ബോഡി അവൻ തുറന്നു കഴിഞ്ഞിരുന്നു. ഉള്ളിലെ സാധനങ്ങൾ ഓരോന്നായി അവൻ പുറത്തേക്കെടുത്തു. ആ ചാക്കുകൾ അതെടുക്ക്, അവൻ പറഞ്ഞു. ഞാൻ ലോറിയുടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. നേരത്തെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റിയ മേശയും കസാരയും ചാക്കുകളുമെല്ലാം എവിടെ പോയി? ലോറിയുടെ ബോഡി കാലിയാണ്. സതീഷേ, സാധനങ്ങളൊന്നുമില്ലല്ലോ, ഞാൻ വിളിച്ചു പറഞ്ഞു. സതീഷ് ലോറിയുടെ അടുത്തേക്ക് വന്നു. അവൻ ഉള്ളിലേക്ക് നോക്കി. എന്താടാ നീ പറയുന്നത്? ദാ പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? അവൻ ആ ശൂന്യമായ തറയിലേക്ക് കൈ ചൂണ്ടി. അവൻ്റെ കണ്ണിൽ അവിടെ നിറയെ സാധനങ്ങളുണ്ട്, പക്ഷേ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അവൻ വായുവിൽ കൈകൾ ചലിപ്പിച്ച് എന്തോ വലിയ ഭാരമുള്ള സാധനം എടുക്കുന്നത് പോലെ കാണിച്ചു.
അവനത് ചുമലിൽ വെച്ച് ആ പഴയ ഗോഡൗണിലേക്ക് നടന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ശൂന്യമായ വായുവിൽ അവൻ സാധനങ്ങൾ പിടിക്കുന്നു, അത് ചുമക്കുന്നു. ഞാൻ ലോറിയുടെ ബോഡിയിൽ പിടിച്ചു നിന്നു. എൻ്റെ വിരലുകൾ ലോറിയുടെ തറയിൽ തട്ടി. അവിടെ ഒന്നുമില്ല, വെറും ഇരുമ്പ് തറ മാത്രം. പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. വണ്ടിയെടുക്കുന്നതിന് മുമ്പ് ഞാൻ സതീഷിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് സാധനങ്ങൾ കയറ്റിയത് എന്ന് എനിക്ക് തോന്നി. പക്ഷേ സതീഷും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒന്നും കയറ്റിയിരുന്നില്ലേ? ഞാൻ ഗോഡൗണിൻ്റെ വാതിലിലേക്ക് നോക്കി. സതീഷ് ഉള്ളിലേക്ക് പോകുന്നത് കാണാം. ഗോഡൗണിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു വെളിച്ചം വരുന്നുണ്ട്, ഒരു മങ്ങിയ ചുവപ്പ് വെളിച്ചം. ഞാൻ പതുക്കെ ആ ഗോഡൗണിൻ്റെ അടുത്തേക്ക് നടന്നു. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. ആ ഗോഡൗണിൻ്റെ തറയിൽ 100 കണക്കിന് ചാക്കുകൾ അടുക്കി വച്ചിരിക്കുന്നു. ഓരോ ചാക്കിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. സതീഷ് ആ ചാക്കുകൾക്കിടയിൽ ഇരിക്കുകയാണ്. അവനൊരു ചാക്ക് തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പുറത്തേക്കെടുത്തു. അവൻ എന്നെ നോക്കി. അവൻ്റെ മുഖം ഇപ്പോൾ സതീഷിൻ്റേതല്ല, അതുവല്ലാതെ വികൃതമായിരിക്കുന്നു. ദാസാ, നീ എന്തിനാ പുറത്ത് നിൽക്കുന്നത്? ഉള്ളിലേക്ക് വാ, നിനക്കുള്ള ചാക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞവൻ എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ വലിയൊരു കത്തിയുണ്ട്, രക്തം പുരണ്ട കത്തി. ഞാൻ പുറകിലേക്ക് ഓടാൻ ശ്രമിച്ചു. എൻ്റെ കാലുകൾ മണ്ണിൽ ഉറച്ചുപോയി. പെട്ടെന്ന് ഗോഡൗണിൻ്റെ വാതിൽ താനെ അടഞ്ഞു. ചുറ്റും കനത്ത ഇരുട്ട്. ലോറിയുടെ ഹെഡ്ലൈറ്റുകൾ പെട്ടെന്നടഞ്ഞു. നിശബ്ദത. ആ ഇരുട്ടിൽ നിന്ന് സതീഷിൻ്റെ ചിരി കേൾക്കാം. അതെൻ്റെ തൊട്ടടുത്തു നിന്നായിരുന്നു. നീ എങ്ങോട്ടാ ഓടുന്നത് ദാസ? നമ്മൾ തമ്മിലുള്ള കണക്കുകൾ തീർക്കണ്ടേ? എൻ്റെ കഴുത്തിന് പിന്നിൽ ഒരു തണുത്ത സ്പർശനം ഞാൻ അറിഞ്ഞു. എൻ്റെ കഴുത്തിന് പിന്നിൽ ആ തണുത്ത വിരലുകൾ അമർന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ആ നിമിഷം മരണത്തിന് ഇത്രയും തണുപ്പാണോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആ സ്പർശനം പതുക്കെ മാറി. ഞാൻ ധൈര്യം സംഭരിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല, കറുത്ത ഇരുട്ട് മാത്രം. മഴയുടെ ശബ്ദം ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. ലോറിയുടെ ബോഡിയിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം വെടിവെച്ചകൾ പോലെ തോന്നി. ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് ഓടി. ചെളിയിൽ തന്നെ വീഴാൻ പോയെങ്കിലും എങ്ങനെയോ ബാലൻസ് ചെയ്തു. ഡ്രൈവർ സീറ്റിലേക്ക് വലിഞ്ഞു കയറി വാതിലടച്ചു. ലോക്ക് വീണെന്ന് ഉറപ്പുവരുത്തി. ക്യാബിനുള്ളിൽ കനത്ത നിശബ്ദത. ഞാൻ നോക്കാൻ ഭയപ്പെട്ട ഇടത്തേക്ക് പതുക്കെ കണ്ണുകൾ ചലിപ്പിച്ചു. ഇടതുവശത്തെ സീറ്റ് കാലിയാണ്. സതീഷ് അവിടെയില്ല. ഞാനൊരു ദീർഘശ്വാസം വിട്ടു. എൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. ഷർട്ട് മഴ കൊണ്ട് നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഞാൻ സ്റ്റിയറിങ്ങിൽ തലചായ്ച്ച് കുറച്ചു നേരം ഇരുന്നു. ഇതൊക്കെ എൻ്റെ തോന്നലാണോ? ക്ഷീണം കൊണ്ടെനിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ? ആ പുഴക്കരയിലെ ചാക്കുകൾ, അതിനുള്ളിലെ രൂപം, അത് സതീഷ് തന്നെയായിരുന്നോ? ഞാൻ ഫോൺ എടുത്തു നോക്കി. ചാർജ് കുറവാണ്. സിഗ്നൽ വരികയും പോവുകയും ചെയ്യുന്നു. ഗൂഗിൾ പേ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അവിടെയുണ്ട്. 800 രൂപ വന്നതിൻ്റെ സന്ദേശം. ഞാൻ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്നുകൂടി പരിശോധിച്ചു. പൈസ വന്നത് ഇന്ന് രാത്രി 10:15-നാണ്. പക്ഷേ നേരത്തെ നോക്കിയപ്പോൾ 6 മാസം മുമ്പത്തെ ഡേറ്റ് കണ്ടതെങ്ങനെയാണ്? എൻ്റെ തല പുകയുകയായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ താക്കോൽ തിരിച്ചു. ലോറി ഒന്ന് വിറച്ചു നിന്നു. രണ്ടാമത്തെ തവണ ശ്രമിച്ചപ്പോൾ എൻജിൻ ഇരമ്പി ഉണർന്നു. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. വെളിച്ചം മുന്നിലെ ആ പഴയ ഗോഡൗണിലേക്ക് വീണു. അവിടെ ആരുമില്ല. ഗോഡൗണിൻ്റെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. കാറ്റിലത് ആടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വണ്ടി പതുക്കെ പിന്നോട്ടെടുത്തു. ആ കാട്ടുപാതയിലൂടെ വണ്ടി തിരിക്കുക എന്നത് വലിയ പണിയാണ്. ടയറുകൾ ചെളിയിൽ താഴ്ന്നു പോകുന്നുണ്ട്. ഞാൻ വല്ലാതെ വിയർത്തു. എങ്ങനെയോ വണ്ടി തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറ്റി. ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം. സതീഷിൻ്റെ ആ പഴയ വീട്ടിലേക്ക്. അവിടെ എന്തെങ്കിലും സൂചന കാണാതിരിക്കില്ല. ഞാൻ വണ്ടി വേഗത്തിൽ ഓടിച്ചു. വഴിയിലെവിടെയും നിർത്താൻ ഞാൻ തയ്യാറല്ലായിരുന്നു. റോഡിലെ മരങ്ങൾ പ്രേതങ്ങളെപ്പോലെ ഇരുവശത്തും നിൽക്കുന്നു. ഇടയ്ക്ക് വണ്ടിയുടെ ഗ്ലാസ്സിൽ എന്തോ തട്ടുന്നത് പോലെ തോന്നി. ഞാൻ വൈപ്പർ ഇട്ടു. പെട്ടെന്ന് എൻ്റെ ഫോൺ ശബ്ദിച്ചു. അതൊരു കോളായിരുന്നു. അപരിചിതമായ ഒരു നമ്പർ.
ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി ഫോൺ എടുത്തു. ഹലോ, ദാസനാണോ? അപ്പുറത്തു നിന്ന് പ്രായമായ ഒരു മനുഷ്യൻ്റെ ശബ്ദം. അതെ, ആരാണ്? ഞാൻ വർഗീസാണ്, സതീഷ് താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ. എൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. എന്താ കാര്യം? ഞാൻ ചോദിച്ചു. സതീഷിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ വന്നിരുന്നു. അവൻ്റെ ഫോൺ റെക്കോർഡിൽ നിന്റെ പേര് കണ്ടു, അതുകൊണ്ട് വിളിച്ചതാണ്. സതീഷിനെ കാണാനില്ലെന്നോ? അവൻ അവിടെയില്ലേ? ഞാൻ ആവേശത്തോടെ ചോദിച്ചു. എവിടുന്ന്? അവൻ 6 മാസം മുമ്പ് ഈ വീട് ഒഴിഞ്ഞതാണ്. പക്ഷേ അവൻ്റെ ചില സാധനങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അത് കൊണ്ടുപോകാൻ അവൻ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ അവനെ കണ്ടിട്ടില്ല. എൻ്റെ തൊണ്ട വറ്റി വരണ്ടു. 6 മാസം മുമ്പോ? ഇന്ന് രാത്രി 10 മണിക്ക് അവൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവൻ്റെ സാധനങ്ങൾ മാറ്റാൻ വന്നതാണ്. ഫോണിൻ്റെ അപ്പുറത്ത് കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ദാസ, നീ എന്തായി പറയുന്നത്? സതീഷ് മരിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവൻ്റെ വീട്ടുകാർ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. പോലീസ് പറയുന്നത് അവൻ കൊല്ലപ്പെട്ടതാകാമെന്നാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. കാൽക്കീഴിലെ തറ ഇളകുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ കൂടെ ഇരുന്നത് ആരാണ്? സാധനങ്ങൾ കയറ്റാൻ എന്നെ സഹായിച്ചത് ആരാണ്? ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. റോഡിൻ്റെ വശത്ത് ആരോ നിൽക്കുന്നത് പോലെ. വെളിച്ചം അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അത് വെറും ഒരു മരക്കൊമ്പായിരുന്നു. എനിക്ക് വീട്ടിൽ പോകണം, അമ്മയുടെ അടുത്തേക്ക്. ഞാൻ വണ്ടി വേഗത്തിലെടുത്തു. വീട്ടിലെത്താൻ ഇനി അധികം ദൂരമില്ല. പക്ഷെ വഴിവല്ലാതെ നീളുന്നത് പോലെ. ഓരോ വളവ് തിരിയുമ്പോഴും അതേ മരങ്ങൾ, അതേ കുഴികൾ. ഞാൻ ഒരേ വഴിയിലൂടെ തന്നെ ചുറ്റിക്കറങ്ങുകയാണോ? പെട്ടെന്ന് ലോറിയുടെ ക്യാബിനുള്ളിൽ ആ മണം വീണ്ടും പടർന്നു. അഴുകിയ മാംസത്തിൻ്റെ ഗന്ധം. ഞാൻ പതുക്കെ ഇടതുവശത്തേക്ക് നോക്കി. അവിടെ സീറ്റിൽ നനഞ്ഞ പാടുകൾ. ആരോ ഇരുന്നിട്ട് പോയതുപോലെ സീറ്റ് കുഴിഞ്ഞിരിക്കുന്നു. ദാസ, നീ എന്തിനാ അവരോടൊക്കെ സംസാരിക്കുന്നത്? ആ ശബ്ദം കേട്ടത് എൻ്റെ തൊട്ടു പിന്നിൽ നിന്നാണ്. ലോറിയുടെ ബോഡിയിൽ നിന്ന്. ക്യാബിനും ബോഡിയും വേർതിരിക്കുന്ന ആ ചെറിയ ജനാലയിലൂടെ ഞാൻ പുറകിലേക്ക് നോക്കി. ഇരുട്ടിൽ നിന്ന് 2 കണ്ണുകൾ തിളങ്ങുന്നു. സതീഷ്. എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ എത്തിയോ? ആ ഗോഡൗണിൽ അത് വെച്ചോ? സതീഷിൻ്റെ ശബ്ദം വല്ലാതെ മാറിയിരിക്കുന്നു. അതൊരു മൃഗത്തിൻ്റെ മുരൾച്ച പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വണ്ടി ഒന്ന് തെന്നി നീങ്ങി റോഡിൻ്റെ വശത്തെ തിട്ടയിൽ തട്ടി നിന്നു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിച്ചു. പക്ഷെ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ആരോ പുറത്തുനിന്ന് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ. ഞാൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞു തല്ലി. എന്നെ വിട്, എന്നെ വെറുതെ വിട്. ഞാൻ കരഞ്ഞുപോയി. പെട്ടെന്ന് സതീഷ് ഡ്രൈവർ സീറ്റിൻ്റെ ജനാലയ്ക്കൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുഖം ഗ്ലാസിൽ അമർന്നു കിടക്കുന്നു. ആ മുഖത്തെ ചർമ്മം ഉരിഞ്ഞു പോയിരിക്കുന്നു. ഉള്ളിലെ എല്ലുകൾ കാണാം. അവൻ ഗ്ലാസിൽ നഖം കൊണ്ട് വരഞ്ഞു. ആ ശബ്ദം എൻ്റെ ചെവി തുളച്ചു. നീ എനിക്ക് വേണ്ടി വന്നതല്ലേ ദാസ? നമ്മൾ കൂട്ടുകാരല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ പേടിയാകുന്നു. അവൻ കൈകൾ കൊണ്ട് ഗ്ലാസ് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. ഗ്ലാസിൽ വിള്ളലുകൾ വീണു തുടങ്ങി. ഞാൻ സീറ്റിൽ ചുരുണ്ടുകൂടിയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഞാനെടുത്തു. ഡ്രൈവർമാർ വണ്ടിയിൽ കരുതാറുള്ള ഒന്ന്. ഗ്ലാസ് തകർന്നു. അവൻ്റെ കൈകൾ ഉള്ളിലേക്ക് നീണ്ടുവന്നു. ആ കൈകൾക്ക് മഞ്ഞ നിറമായിരുന്നു. നഖങ്ങൾ നീണ്ടു വളർന്നിരിക്കുന്നു. അവൻ എൻ്റെ കഴുത്തിന് നേരെ കൈ നീട്ടി. ഞാൻ ആ കത്തി കൊണ്ട് അവൻ്റെ കയ്യിൽ ആഞ്ഞുവെട്ടി. രക്തം തെറിച്ചു. പക്ഷേ അത് ചുവന്ന നിറമല്ലായിരുന്നു. കറുത്ത നിറത്തിലുള്ള കട്ടിയുള്ള ഒരു ദ്രാവകം. സതീഷ് വേദന കൊണ്ടലറി. ആ ശബ്ദം ഒരു കാട്ടുതീ പോലെ അന്തരീക്ഷത്തിൽ പടർന്നു. അവൻ പതുക്കെ പിൻവാങ്ങി. ഇരുട്ടിലേക്ക് അവൻ അലിഞ്ഞു ചേർന്നു. ഞാൻ വണ്ടിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇത്തവണ അത് തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. റോഡിലൂടെ ഞാൻ പാഞ്ഞു. പിന്നിൽ നിന്ന് ആരോ പിന്തുടരുന്ന ശബ്ദം ഞാൻ കേട്ടു. ചെളിയും വെള്ളവും തെറിപ്പിച്ച് ഞാൻ ഓടി. ദൂരെ ഒരു വെളിച്ചം കണ്ടു. ഒരു ലോറിയുടെ വെളിച്ചം. ഞാൻ ആ റോഡിൻ്റെ നടുവിൽ നിന്ന് കൈ കാണിച്ചു. വണ്ടി ബ്രേക്കിട്ട് നിന്നു. അതൊരു വലിയ നാഷണൽ പെർമിറ്റ് ലോറിയായിരുന്നു. എന്താടാ, എന്തു പറ്റി? ഡ്രൈവർ പുറത്തേക്ക് തലയിട്ട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. കിതച്ചുകൊണ്ട് ഞാൻ ആ വണ്ടിയുടെ ബോഡിയിൽ പിടിച്ചു തൂങ്ങി. എന്നെ
എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം. ഞാൻ കരഞ്ഞു പറഞ്ഞു. ആ ഡ്രൈവർ എന്നെ ക്യാബിനുള്ളിലേക്ക് കയറ്റി. അയാൾ എനിക്ക് വെള്ളം തന്നു. നീ എന്തിനാ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ഓടുന്നത്? നിന്റെ വണ്ടിയാണോ അവിടെ കിടക്കുന്നത്? അയാൾ ചോദിച്ചു. ഞാൻ പുറകിലേക്ക് നോക്കി. എൻ്റെ മിനി ലോറി റോഡരികിൽ വിജനമായി കിടക്കുന്നു. ഹെഡ്ലൈറ്റുകൾ ഇപ്പോഴും കത്തുന്നുണ്ട്. പെട്ടെന്ന് ആ ലോറിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു രൂപത്തെ കണ്ടു. സതീഷ്. അവൻ എൻ്റെ ലോറിയുടെ മുകളിലിരിക്കുകയാണ്. അവൻ എന്നെ നോക്കി കൈവീശി കാണിച്ചു. അവൻ അവിടെയുണ്ട്. ഞാൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചു. ഡ്രൈവർ അങ്ങോട്ട് നോക്കി. ആര്? അവിടെ ആരുമില്ലടാ, വെറും മരം മാത്രം. അയാൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. വണ്ടി മുന്നോട്ട് നീങ്ങി. എൻ്റെ ലോറി ദൂരേക്ക് മറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ശാന്തനായി. ആ ഡ്രൈവർ എന്നോട് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവിടെ കണ്ട വണ്ടി നിൻ്റേതാണോ? അയാൾ ചോദിച്ചു. അതെ, ആ മിനി ലോറി അതെൻ്റേതാണ്. അതാണോ? നല്ല വണ്ടി. പക്ഷേ ഈ രാത്രിയിലിങ്ങനെ ഒറ്റയ്ക്കിടരുത്, പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാൻ തലയാട്ടി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എടാ, എനിക്ക് ഉറക്കം വരുന്നു. നീ കുറച്ചു നേരം സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കുമോ? ഞാനിവിടെ കുറച്ചു നേരം ഒന്ന് ചാരിയിരിക്കട്ടെ. ഞാൻ സമ്മതിച്ചു. ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് മാറി. ആ വലിയ ലോറി ഓടിക്കുമ്പോൾ എനിക്ക് ഒരു സുരക്ഷിതത്വം തോന്നി. അയാൾ അടുത്ത സീറ്റിലിരുന്നു. തോർത്തുകൊണ്ട് മുഖം മൂടി അയാൾ ഉറക്കം തുടങ്ങി. വണ്ടി ഒരു വിജനമായ സ്ഥലത്തെത്തി. മഴ തോർന്നു. അന്തരീക്ഷം ശാന്തമാണ്. പെട്ടെന്ന് അടുത്ത സീറ്റിലിരുന്ന ആ ഡ്രൈവർ പതുക്കെ ഒന്നനങ്ങി. ദാസ, നിനക്ക് ആ പൈസ കിട്ടിയോ? ആ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ നിന്ന് വഴുതി. ഞാൻ പതുക്കെ ആ ഡ്രൈവറുടെ മുഖത്തെ തോർത്ത് മാറ്റി. അവിടെ സതീഷ് ഇരിക്കുന്നു. അവൻ കണ്ണു തുറന്നു. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ലടാ. നമുക്കിനിയും കുറേ സാധനങ്ങൾ മാറ്റാനില്ലേ? വണ്ടി നിയന്ത്രണം തെറ്റി ഒരു വലിയ താഴ്ചയിലേക്ക് മറഞ്ഞു. എല്ലാം ഇരുട്ടിലായി. കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് ആശുപത്രിയിലെ വെളുത്ത മേൽക്കൂരയാണ്. വായുവിൽ മരുന്നിൻ്റെ രൂക്ഷമായ മണം. തലയ്ക്കുള്ളിൽ 1000 മണികൾ ഒരേ സമയം മുഴങ്ങുന്നത് പോലെ ഒരു വേദന. ഞാൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേഹമാകെ പ്ലാസ്റ്ററുകളും ബാൻഡേജുകളുമാണ്. ദാസ, അനങ്ങരുത്. അമ്മയുടെ ശബ്ദമാണ്. അമ്മയുടെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിട്ടുണ്ട്. ഞാൻ പതുക്കെ ചുറ്റും നോക്കി. അതൊരു ജനറൽ വാർഡാണ്. തൊട്ടടുത്ത കട്ടിലുകളിൽ രോഗികൾ ഉറങ്ങുന്നു. പുറത്ത് നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ ശബ്ദം എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു വലിയ ലോറി മറിഞ്ഞു കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് നിന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. വണ്ടി താഴ്ചയിലേക്ക് മറിഞ്ഞെങ്കിലും നീ തെറിച്ച് പുറത്തേക്ക് വീണു, അമ്മ പറഞ്ഞു. ലോറി മറിഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ ലോറി ഡ്രൈവർ, ആ സീറ്റിലിരുന്ന സതീഷ്, അവർക്കെന്ത് സംഭവിച്ചു? ഞാനൊന്നും മിണ്ടിയില്ല. സംസാരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് പോലീസ് വന്നു. SI വേണുഗോപാൽ എൻ്റെ കട്ടിലിനരികിൽ ഒരു കസേര ഇട്ടിരുന്നു. ദാസ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? അയാൾ സൗമ്യമായി ചോദിച്ചു. കുഴപ്പമില്ല സാർ, ഞാൻ പറഞ്ഞു. നിന്റെ വണ്ടി കിടന്നിടത്തു നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് അപകടം നടന്നത്. നീ എന്തിനാ രാത്രി ആ വലിയ ലോറിയിൽ കയറിയത്? നിന്റെ മിനി ലോറി അവിടെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഒന്നാലോചിച്ച ശേഷം ഞാൻ എല്ലാം വിവരിച്ചു. സതീഷിൻ്റെ വിളി, ആ ചാക്കുകൾ, പുഴക്കരയിലെ കാഴ്ച, വണ്ടിക്കുള്ളിലെ അവൻ്റെ സാന്നിധ്യം. എല്ലാം കേട്ടുകഴിഞ്ഞ് പോലീസ് ഓഫീസർ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. അയാൾ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നീ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ദാസ. പക്ഷേ ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞ ആ പുഴക്കരയിൽ നിന്ന് ഞങ്ങൾ 2 ചാക്കുകൾ കണ്ടെടുത്തു. അതിൽ സതീഷിൻ്റെ ശരീരഭാഗങ്ങളായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവൻ മരിച്ചിട്ട് 6 മാസത്തോളമായി. എൻ്റെ ശരീരം ഒന്ന് വിറച്ചു. ഞാൻ കണ്ടത് സത്യമായിരുന്നു. സതീഷ് 6 മാസം മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ ഉടമസ്ഥൻ വർഗീസിനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അയാൾ കുറ്റം സമ്മതിച്ചു. വാടക കൊടുക്കാൻ വൈകിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ അയാൾ സതീഷിനെ തള്ളി വീഴ്ത്തി. തലയടിച്ചു വീണ സതീഷ് അപ്പോൾ തന്നെ മരിച്ചു. ആരുമറിയാതെ അയാൾ ശവം വെട്ടിമുറിച്ച് ചാക്കിലാക്കി വീട്ടിലെ ഗോഡൗണിൽ കുഴിച്ചിട്ടു. ആ സ്ഥലം വീണ്ടും പണിയാൻ തീരുമാനിച്ചപ്പോൾ ശവം അവിടെ നിന്ന് മാറ്റാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു.
അപ്പോൾ 6 മാസമായി അവൻ ആ ഗോഡൗണിലുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. അതെ, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. വർഗീസ് ആ ചാക്കുകൾ പുഴയിൽ തള്ളാൻ തീരുമാനിച്ച രാത്രി തന്നെ നീ എങ്ങനെ അവിടെ എത്തി? നിന്റെ ഫോണിൽ സതീഷിൻ്റെ വിളികളൊന്നും വന്നിട്ടില്ല. നിന്റെ ഗൂഗിൾ പേയിൽ വന്ന പൈസ 6 മാസം മുമ്പ് സതീഷ് നിനക്ക് അയക്കാൻ ശ്രമിച്ചതായിരുന്നു. അന്ന് ടെക്നിക്കൽ തകരാറ് കാരണം അത് നിനക്ക് കിട്ടിയില്ല. ആ പൈസ കൃത്യം ആ രാത്രിയിൽ തന്നെ നിനക്ക് ക്രെഡിറ്റ് ആയി. അതെങ്ങനെ സംഭവിച്ചു എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്കും അറിയില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. സതീഷ് എന്നെ വിളിച്ചിട്ടില്ല. അവൻ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുമില്ല. പക്ഷേ അവൻ്റെ ആത്മാവ് എന്നെ ഉപയോഗിക്കുകയായിരുന്നു. തൻ്റെ മൃതദേഹം ലോകത്തിനു മുന്നിലെത്തിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം ഞാനായിരുന്നു. അവനൊരു നിഴലായി, ഒരു ഗന്ധമായി എൻ്റെ കൂടെയുണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഞാൻ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും വണ്ടി ഓടിച്ചു തുടങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. രാത്രികാലങ്ങളിൽ വണ്ടിയെടുക്കാൻ ഞാൻ മടിച്ചു. പക്ഷേ ജീവിതം മുന്നോട്ട് പോകണമല്ലോ, കടങ്ങൾ വീട്ടണം. അങ്ങനെ ഒരു ദിവസം ഞാൻ വീണ്ടും മിനി ലോറി നിരത്തിലിറക്കി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കുഴപ്പമില്ലായിരുന്നു. പകൽ സമയം മാത്രം ഞാൻ ഓട്ടം പോയി. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഞാൻ വണ്ടി വീട്ടിലെത്തിച്ചു. പക്ഷെ ഒരു ദിവസം ദൂരെയുള്ള ഒരു തടിമില്ലിൽ നിന്ന് ഓട്ടം കിട്ടി. ലോഡിറക്കി വണ്ടി തിരിക്കുമ്പോൾ രാത്രി 9 മണിയായിരുന്നു. മഴ ചാറുന്നുണ്ടായിരുന്നു. ആ പഴയ റോഡിലൂടെയാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. ഹെഡ്ലൈറ്റുകൾ ഇരുട്ടിനെ കീറിമുറിച്ചു. റേഡിയോയിൽ പഴയ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഞാൻ ഇടതുവശത്തെ സീറ്റിലേക്ക് നോക്കും. സീറ്റ് കാലിയാണ്. അവിടെ ആരുമില്ല. പെട്ടെന്ന് വണ്ടിക്കുള്ളിൽ ആ മണം പടർന്നു. നനഞ്ഞ മണ്ണിൻ്റെയും മാംസത്തിൻ്റെയും മണം. ഞാൻ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചു. സതീഷേ, നീ പോയിക്കോ. നിനക്ക് നീതി കിട്ടി. ഇനി എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മറുപടിയൊന്നുമുണ്ടായില്ല. പക്ഷേ വണ്ടിയുടെ ഉള്ളിലെ തണുപ്പ് കൂടി വന്നു. ഞാൻ വണ്ടിയുടെ വേഗത കൂട്ടി. വീടിന് അടുത്തെത്തിയപ്പോൾ എനിക്ക് സമാധാനമായി. വരാന്തയിലെ ബൾബ് കത്തുന്നുണ്ട്. ഞാൻ വണ്ടി മുറ്റത്ത് നിർത്തി എൻജിൻ ഓഫ് ചെയ്തു. ആ നിശബ്ദതയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. ലോറിയുടെ ഇടതുവശത്തെ വാതിൽ പതുക്കെ തുറക്കുന്ന ശബ്ദം. പിന്നെ അത് താനെ അടഞ്ഞു. ആരോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതുപോലെ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. അപ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത്. ഒരു നോട്ടിഫിക്കേഷൻ. ഞാൻ ഫോൺ എടുത്തു നോക്കി. ഗൂഗിൾ പേയിൽ നിന്നുള്ള ഒരു മെസ്സേജ്. സതീഷ് സെൻഡ് യു RS100. ആ നോട്ടിഫിക്കേഷന് താഴെ ഒരു കുറിപ്പുമുണ്ടായിരുന്നു. ഡീസൽ അടിക്കാൻ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് ഭയം കൊണ്ടായിരുന്നില്ല. സതീഷ് ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അവനൊരു പ്രേതമായി എന്നെ ഉപദ്രവിക്കാനല്ല വരുന്നത്. ഒരു കൂട്ടുകാരനായി എൻ്റെ കൂടെ നിൽക്കാനാണ്. അന്നു മുതൽ ആ സീറ്റ് കാലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാത്രികളിൽ ഓട്ടം പോകുമ്പോൾ വണ്ടിക്കുള്ളിൽ ആ തണുപ്പ് അനുഭവപ്പെടും. ചിലപ്പോൾ സ്റ്റിയറിങ്ങിന് മുകളിൽ ഒരു തണുത്ത കയ്യാമരുന്നതും ഞാൻ അറിയും. മറ്റുള്ളവർക്ക് അത് വെറും ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്കറിയാം, എൻ്റെ ലോറിയിൽ 2 സീറ്റുകളുണ്ട്. രണ്ടാമത്തെ സീറ്റിൽ എൻ്റെ കൂട്ടുകാരനുമുണ്ട്. ആളുകൾ ചോദിക്കും, ദാസ, നിനക്കിപ്പോൾ രാത്രി ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാൻ പേടിയില്ലേ എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എപ്പോഴും ഒരാളുണ്ട്. ആരും എന്നെ വിശ്വസിക്കില്ലായിരിക്കാം. പക്ഷേ ഓരോ രാത്രിയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടതുവശത്തെ ഡോർ താനെ ലോക്കാകുന്നത് ഞാൻ കേൾക്കാറുണ്ട്. അതൊരു ഉറപ്പാണ്. അവൻ കൂടെയുണ്ടെന്ന ഉറപ്പ്. ആ പുഴക്കരയിലെ വിജനതയിൽ നിന്ന്, ആ പഴയ ഗോഡൗണിലെ ഇരുട്ടിൽ നിന്ന് സതീഷ് മോചിതനായിരിക്കുന്നു. പക്ഷെ അവൻ എന്നെ വിട്ടുപോയിട്ടില്ല. സ്നേഹബന്ധം കൊണ്ട് വണ്ടി ഓടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ആ സ്നേഹബന്ധം മാത്രമാണ് എൻ്റെ വണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. രാത്രി 10 മണിയാകുമ്പോൾ ഇന്നും എൻ്റെ ഫോൺ ചിലപ്പോൾ ശബ്ദിക്കും. മറുതലയ്ക്കൽ ആരും സംസാരിക്കാറില്ല. പക്ഷെ ആ തണുത്ത ശ്വാസം എനിക്ക് കേൾക്കാം. സതീഷേ, നമുക്ക് നാളെ ഒരു ഓട്ടമുണ്ട്, നീ വരണമെന്ന് ഞാൻ പതുക്കെ പറയും. പിറ്റേന്ന് രാവിലെ വണ്ടിയിൽ കയറുമ്പോൾ ആ സീറ്റിൽ ചെറിയൊരു നനവ് പടർന്നിട്ടുണ്ടാകും. അവൻ വന്നു കഴിഞ്ഞു എന്നതിന് അതിൽ കൂടുതൽ വേറെന്ത് തെളിവാണ് വേണ്ടത്? എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു നിഴൽ പോലെയാണ്. യാഥാർത്ഥ്യത്തിനും ആമാനുഷികതയ്ക്കും ഇടയിലുള്ള ഒരു നൂൽപ്പാലം. അതിലൂടെ ഞാൻ എൻ്റെ മിനി ലോറിയുമായി യാത്ര തുടരുന്നു.
രണ്ടാമത്തെ സീറ്റിലെ ആ അദൃശ്യ യാത്രക്കാരനൊപ്പം.